നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ വൈദ്യുതി തടസ്സപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ബോധപൂർവം വൈദ്യുതി തടസ്സപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കും. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം നേട്ടങ്ങൾ നിരത്തിയാണ് ആഘോഷിക്കുന്നതെന്നും ഓരോ വകുപ്പുകളും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കുമെന്നും മന്ത്രി. കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിൽ ഇടിച്ചുമറിഞ്ഞ് അമ്മയും 2.5 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മരിച്ചത് മാട്ടുമന്ത സ്വദേശി 22 വയസ്സുള്ള അഞ്ജുവും മകൻ ശരത്തും. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നുൾപ്പെടെ 6 ഭക്ഷ്യശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഭക്ഷണവും ഹോട്ടലുകളുടെ പേരും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. പരിശോധന തുടരുമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസറെ കണ്ടു. പാവപ്പെട്ട രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അമിത വില നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലെന്ന് നേതാക്കൾ. പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് മരുന്നുകൾ ശനിയാഴ്ച ആശുപത്രി ഫാർമസിയിൽ എത്തിക്കുമെന്ന ഉറപ്പിൽ. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് പൂർത്തിയാക്കാൻ ശ്രമം. 90 ലക്ഷം രൂപ ചെലവിൽ റെയിൽവേയുടെ പാത നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. ഒപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്കായി കളി ഉപകരണങ്ങളുടെ ആഹ്ലാദ പാർക്ക് സ്ഥാപിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് വൈദ്യുതി തടസ്സപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ വൈദ്യുതി ബോധപൂർവം തടസ്സപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ അന്വേഷണമുണ്ടാകുമെന്ന് മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് ഇന്നലെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ആരെങ്കിലും ബോധപൂർവം നടത്തിയതാണോ എന്ന് പരിശോധിക്കും. സർക്കാരിൻ്റെ 4ാം വാർഷികം നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ഓരോ വകുപ്പും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കും. കേരളത്തിൻ്റെ അടിസ്ഥാന വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയ സർക്കാരാണ് LDF സർക്കാർ. കേരള വികസനത്തിന് തടസ്സം കേന്ദ്ര ഫണ്ടിൻ്റെ വെട്ടിച്ചുരുക്കലാണ്. ദീർഘവീക്ഷണത്തിലൂടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. എല്ലാ വകുപ്പുകളും കൂട്ടായാണ് സർക്കാർ വാർഷികം ആഘോഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പിൽ ഇടിച്ചുമറിഞ്ഞ് അമ്മയ്ക്കും 2 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മാട്ടുമന്ത സ്വദേശികളായ 22 വയസ്സുള്ള അഞ്ജു, മകൻ ശരത് എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവതിക്ക് സാരമായി പരിക്കേറ്റു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കിഴക്കഞ്ചേരിക്കാവിന് സമീപമാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അപകടമുണ്ടായത്. പാലക്കാട് മാട്ടുമന്ത സ്വദേശികളായ 22 വയസ്സുള്ള അഞ്ജു, മകൻ 2 വയസ്സുള്ള ശ്രീയാൻ ശരത് എന്നിവരാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം തെറ്റി പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു. സ്കൂട്ടറിലൊപ്പം യാത്ര ചെയ്തിരുന്ന അഞ്ജുവിൻ്റെ സുഹൃത്തായ മറ്റൊരു യുവതിക്ക് പരിക്കേറ്റു. ഇവരെ കല്ലേക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളടക്കം 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ പേരുകൾ സഹിതം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. നഗരത്തിലെ വിവിധ ഹോട്ടലുകളായ അരമന, കുക്ക്ഡോർ, തജ്നി, സീഫോർട്ട്, ഒറോട്ടി, ആലിയ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പഴകിയ ഭക്ഷണം പിടികൂടിയ ഹോട്ടലുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന പരാതി. പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകർ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ശനിയാഴ്ച രാവിലെ മരുന്ന് എത്തിക്കുമെന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്.
വാണയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുകൾ ലഭ്യമാകാത്തതുമൂലം പാവപ്പെട്ട രോഗികൾ വലിയ പ്രയാസം നേരിടുകയാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധമറിയിക്കാൻ BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസർക്ക് മുന്നിലെത്തി. അല്ല, ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കേണ്ട. കാരണം ഇവിടെ നമ്മൾ പൈസ പിരിച്ചല്ല മരുന്ന് മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നടത്തുന്ന ആശുപത്രി ഇങ്ങനെ 10 ദിവസം കൊണ്ട് മരുന്നില്ലാത്ത ഉപരോധത്തെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മെഡിക്കൽ ഓഫീസറുമായും സമരക്കാരുമായും ചർച്ച നടത്തി. ഫാർമസിക്ക് മുന്നിൽ മരുന്നില്ലെന്ന പോസ്റ്റർ ഒട്ടിച്ചു. ശനിയാഴ്ച രാവിലെ തന്നെ ഫാർമസിയിൽ മരുന്നെത്തിക്കാമെന്ന മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, വൈസ് പ്രസിഡന്റ് VP ഷാജു, സെക്രട്ടറി V. വിജു, പഞ്ചായത്ത് അംഗങ്ങളായ AC സുബ്രഹ്മണ്യൻ, U. പ്രസീത, TG ശാലിനി, T. ബാബു, B. സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. റെയിൽവേയുടെ 90 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. VK ശ്രീകണ്ഠൻ MPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം കാര്യക്ഷമമായത്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും SNG LP സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതിനു പുറമെ നാട്ടുകാരും സഞ്ചരിക്കുന്ന പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. സ്കൂൾ PTA-യും ആക്ഷൻ കൗൺസിലുമെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് VK ശ്രീകണ്ഠൻ MPയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം അധികൃതർ ആരംഭിച്ചത്. റെയിൽവേ ഫണ്ടായ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും അടിപ്പാത തുറന്നുകൊടുക്കാൻ കഴിയാവുന്ന രീതിയിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ റെയിൽപാളം മുറിച്ചു കടക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഒരിക്കൽ ട്രെയിനിടിച്ച് ഒരു വിദ്യാർത്ഥി മരിക്കുകയുമുണ്ടായി. ഇത്തരം ദാരുണ സംഭവങ്ങളും കുട്ടികളുടെ ദുരിതവും അവസാനിപ്പിക്കാനാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെരുമുടിയൂർ ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളിയിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയുണ്ടാകാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. പുത്തൻതൊടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പറളി ഗ്രാമപഞ്ചായത്തിൽ 11, 12 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 5 മൈൽ കൂത്തുപറമ്പ് റോഡാണ് പാടെ തകർന്നിരിക്കുന്നത്. റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് 5 മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻതൊടിയിൽ റോഡ് ഉപരോധിച്ചത്. പൂർണ്ണ തകർച്ചയിലായ പാതയിലൂടെ യാത്ര ദുരിതപൂർണമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. റോഡ് ഉപരോധം പറളി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് H. അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ലിബിൻ വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. C. സുഭാഷ്, K. A. ഹക്കീം, K. മണികണ്ഠൻ, അയൂബ്, K. M. ഫിറോസ്, ഹമീദ്, മണിയൻ പുത്തൻ വലിയപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി ഈ റോഡ് ടാർ ചെയ്ത ശേഷം ഇവർ അതിനെ കൊണ്ടുവന്ന് ചാല് കയറും. ഈ ചാല് കയറി വീണ്ടും ഈ റോഡിനെ കൊളാക്കാനുള്ള ഒരു സംവിധാനമാണ്. പഞ്ചാബിൽ ഇറങ്ങിയ റോഡ് തന്നെ പണിയെടുത്ത് മാസങ്ങൾക്കുള്ളിൽ വന്ന് ജൽ മിഷന്റെ ഭാഗമായി റോഡ് പൊളിച്ചാൽ മൊത്തം യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു ദുർഗതിയിലേക്കാണ് ഈ റോഡിന് എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഈ 5 മൈൽ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പട്ടാമ്പി നിളയോര പാർക്കിലേക്ക് തണൽ വൃക്ഷത്തൈകളും അലങ്കാര ചെടികളും നൽകി വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരിമഠം. തൈകൾ മുഹമ്മദ് മുഹസിൻ MLA ഏറ്റുവാങ്ങി. പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. പട്ടാമ്പിയിലെ നിളയോര പാർക്ക് അതിമനോഹരമാക്കും. അതിനുള്ള അന്തിമഘട്ട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. പാർക്ക് മനോഹരമാക്കുന്നതിനാവശ്യമായ ചെടികളും തണൽ വൃക്ഷങ്ങളും കൈമാറിക്കഴിഞ്ഞു. പട്ടാമ്പി സ്വദേശിയും
പരിസ്ഥിതി പ്രവർത്തകനുമായ സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരിമഠമാണ് ചെടികളും തണൽ വൃക്ഷത്തൈകളും നൽകിയത്. മുഹമ്മദ് മോഹസിൻ MLA അവ ഏറ്റുവാങ്ങി. നമ്മുടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴക്ക് സൈഡിലായിട്ട് പുതിയ പാർക്ക് MLA ഫണ്ടിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. പൂർണ്ണമായി MLA ഫണ്ടിൽ നിർമ്മിക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്ക് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ മുരളി വേളേരിമഠം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം അദ്ദേഹം പരിപാലിച്ച നിരവധിയായിട്ടുള്ള ചെടികൾ അതിനുവേണ്ടി പിന്നെ പാർക്കിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ദീർഘകാലമായി തണൽ മരങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നെ പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അലങ്കാര ചെടികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും നന്നായി പരിപാലിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് കാണാൻ കണ്ണിന് കുളിർമ നൽകുന്ന, അവർക്ക് തണൽ നൽകുന്ന, മനോഹരമായിട്ട് അവരുടെ മൊമെന്റുകൾക്ക് പിന്നെ കളറ് പകരാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളാണ്. വിദേശത്തു നിന്ന് എത്തിച്ച പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ, തണൽ വൃക്ഷങ്ങൾ എന്നിവയടക്കം 50ഓളം ഇനങ്ങളാണ് നൽകിയത്. ഇവ അടുത്ത ദിവസം തന്നെ പാർക്കിൽ നടും. മുഹമ്മദ് മോഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പാർക്ക് നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചിൽഡ്രൻസ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. ഊഞ്ഞാൽ, സീസോ, സ്ലൈഡർ, മെറിഗോ റൗണ്ട് എന്നിവയാണ് കുട്ടികൾക്ക് കളിക്കാനായി സജ്ജീകരിച്ചിട്ടുള്ളത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഹാപ്പി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇന്നൊരു ഹാപ്പിനെസ് പാർക്ക് സജീവമായിട്ടുള്ളത്. ഇതിന് ഇനിയും കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന വർഷത്തിൽ ഫണ്ട് വെച്ചുകൊണ്ട് കൂടുതൽ ഇത് മെച്ചപ്പെടുത്തുന്നതിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കമാണ്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിരുകളിൽ പഞ്ചായത്ത് ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ വരുന്ന രോഗികളും അതിന് തൃപ്തരാണ്. പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്താലും അതിന് വേറെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുകയാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് വലിയൊരു വാർത്തക്കായി നമ്മുടെ ആശുപത്രിയുടെ പേരിന് കളങ്കം വരുത്തിക്കൊണ്ടാണ് ചില ആളുകൾ അതിന് ശ്രമിക്കുന്നത്. എന്തായാലും നമുക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നിമ ഇസ്മായിൽ, ബ്ലോക്ക് മെമ്പർ KA സരിത, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി, ഡോക്ടർ ആശാ ജലാൽ, ഇസ്മായിൽ വിളയൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. PMMSY പദ്ധതിയുടെ ഭാഗമായി മങ്കരയിൽ നടത്തിയ മിനി പുനഃസംക്രമണ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈച്ച വാങ്ങണമെങ്കിൽ 275 രൂപ വരും. അപ്പോൾ നാമമാത്രമായ ഒരു ലാഭം എടുത്തുകൊണ്ട് അവരുടെ ഈ പച്ചക്കറി കൃഷിയും ഇതും ഒപ്പം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൂർത്തിയും സന്ധ്യയും കുട്ടികളുടെയും 11 മാസത്തെ ശ്രമഫലമാണ് ഈ വിളവെടുപ്പ്. തീർച്ചയായിട്ടും ഇത് ഇനിയും തുടർന്നു പോകുന്നതിനുള്ള സംവിധാനം കൃഷി വകുപ്പ് ചെയ്യും എന്ന് തന്നെയാണ് വേണുഗോപാൽ സാറും അജീഷും പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലുള്ള മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഭാഗമായി തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിനും കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ സ്കീമിന് വേണ്ടിയിട്ട് പൈസ. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഓഫീസർ B വേണുഗോപാൽ, പ്രൊജക്ട് കോർഡിനേറ്റർ KA അജീഷ് എന്നിവർ സംസാരിച്ചു. മങ്കര കോട്ടയിൽ മൂർത്തിയുടെ വീട്ടുമുറ്റത്താണ് 5000 ലിറ്റർ ടാങ്ക് കെട്ടി മത്സ്യകൃഷി ഇറക്കിയത്. 11 മാസത്തിന് ശേഷമാണ് വിളവെടുപ്പ് നടത്തിയത്. സബ്സിഡിയോടെയാണ് പദ്ധതി. മലമ്പുഴ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല 5ാം വാർഷികം നാടിന്റെ ഉത്സവമായി. വാർഷികാഘോഷം ഉടൽമന്തം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മഹേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മാതൃകാ വ്യക്തിത്വത്തിന് നൽകുന്ന അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം തോമസ് അലക്സാണ്ടർക്ക് സമ്മാനിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്,
പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ, ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അപ്പുണ്ണിയേട്ടൻ സ്മാരക പുരസ്കാരം, മാത്തൂർ ഹരിദാസ് മാസ്റ്റർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം, പുളിനെല്ലി മുത്തുമാസ്റ്റർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, കുഴൽമന്ദം പാഞ്ചാലി ടീച്ചർ സ്മാരക കായിക പുരസ്കാരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങളുടെ സമർപ്പണം നടന്നു. വിരമിക്കുന്ന അംഗൻവാടി വർക്കർമാർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ദശദിന പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ബ്ലോക്ക് മെമ്പർ കുഞ്ഞിലക്ഷ്മി, സോമദാസൻ, അനിൽ, നീലിമ കൊടുങ്ങല്ലൂർ, വിനീത സുരോജ് തുടങ്ങിയവർ സംസാരിച്ചു. നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട്, മിമിക്രി, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്നേഹലാളനയുടെ 30 വർഷം പിന്നിട്ട അംഗൻവാടി ടീച്ചർക്ക് ഗ്രാമവാസികൾ ഉത്സവാന്തരീക്ഷത്തിൽ യാത്രയയപ്പ് നൽകി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചർ വസന്തകുമാരിക്കാണ് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PS ലക്ഷ്മണൻ, ഇബ്രാഹിം തലശ്ശേരി, ICDS സൂപ്പർവൈസർ ബീന, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ രാജലക്ഷ്മി നീണ്ടൂർ, സുകുമാരൻ, റിട്ടയർഡ് തഹസിൽദാർ സോമനാഥൻ, സംഘടക സമിതി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി, മുസ്തഫ തലശ്ശേരി, ധനേഷ്, അംഗനവാടി ജീവനക്കാരായ പ്രസന്നകുമാരി, സരസ്വതി, രാജേശ്വരി, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരുടെ സ്നേഹാദരത്തിന് വസന്ത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സംഘടക സമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അംഗനവാടി ഹെൽപ്പർ മഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ വൈദ്യുതി തടസ്സപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ബോധപൂർവം വൈദ്യുതി തടസ്സപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കും. സംസ്ഥാന സർക്കാർ 4ാം വാർഷികം നേട്ടങ്ങൾ നിരത്തിയാണ് ആഘോഷിക്കുന്നതെന്നും ഓരോ വകുപ്പുകളും നേട്ടങ്ങളുടെ പട്ടിക പുറത്തിറക്കുമെന്നും മന്ത്രി. കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ പാതയോരത്ത് കൂട്ടിയിട്ട പൈപ്പുകളിൽ ഇടിച്ചുമറിഞ്ഞ് അമ്മയും 2.5 വയസ്സുള്ള മകനും ദാരുണാന്ത്യം. മരിച്ചത് മാട്ടുമന്ത സ്വദേശി 22 വയസ്സുള്ള അഞ്ജുവും മകൻ ശരത്തും. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നുൾപ്പെടെ 6 ഭക്ഷ്യശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ഭക്ഷണവും ഹോട്ടലുകളുടെ പേരും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. പരിശോധന തുടരുമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ. വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി മരുന്നുകൾ ലഭ്യമല്ലെന്ന് പരാതി. പ്രതിഷേധവുമായി BJP നേതാക്കൾ മെഡിക്കൽ ഓഫീസറെ കണ്ടു. പാവപ്പെട്ട രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് അമിത വില നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലെന്ന് നേതാക്കൾ. പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് മരുന്നുകൾ ശനിയാഴ്ച ആശുപത്രി ഫാർമസിയിൽ എത്തിക്കുമെന്ന ഉറപ്പിൽ. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് പൂർത്തിയാക്കാൻ ശ്രമം. 90 ലക്ഷം രൂപ ചെലവിൽ റെയിൽവേയുടെ പാത നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിളയോര പാർക്കിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. ഒപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിച്ചു. ആശുപത്രിയിലെത്തുന്ന കുട്ടികൾക്കായി കളി ഉപകരണങ്ങളുടെ ആഹ്ലാദ പാർക്ക് സ്ഥാപിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.